ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്നത് തേരമൻ ഡ്രാമയുടെ 6th പാർട്ടാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മീരാബ് ഡാൻസ് കളിച്ചതുകൊണ്ട് മാവേഗം മീരാബിനെ തല്ലുന്നതും മീരാബിനെ മാവേഗം തല്ലുന്നത് കണ്ടിട്ട് മോർത്തോസിം മിണ്ടാതെ നിന്നതുകൊണ്ട് മീരാബ് മോർത്തോസിമിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് മോർത്തോസിം ഉറങ്ങാനായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മീരാബിനെ റൂമിലും കാണുന്നില്ല. മോർത്തോസിം എല്ലായിടത്തും തിരക്കിയിട്ടും അവിടെ ഒരിടത്തും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് നോക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ നിൽക്കുന്നു. അങ്ങനെ അവൾ അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവനും കൂടെ അവളുടെ അടുത്ത് പോവേണം. അപ്പം മോർത്തോസിം മുകളിൽ വന്നിട്ട് മീരാബിനെ ചോദിക്കുന്നു, നീ എന്താ താഴോട്ട് ചാടാൻ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പം മീരാബ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല, നിന്നെ പിടിച്ച് താഴെ തള്ളിയിടട്ടെ ചോദിക്കുന്നുണ്ട്. മീരാബിൻ്റെ സങ്കടം മനസ്സിലാക്കി മോർത്തോസിം മീരാബിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മോർത്തോസിം പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും അമ്മ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു, അത് തെറ്റ് തന്നെയാണ്. ആണെങ്കിലും നീ അവിടെ അത്രയും പേരുടെ മുമ്പിൽ ഡാൻസ് കളിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പം മീരാബ് പറയുന്നു, എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡാൻസ് കളിച്ചത്, അത്ര വലിയ തെറ്റായി എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാലും നിൻ്റെ അമ്മ അടിച്ചപ്പോഴത്തേക്ക് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ ഒന്നും മിണ്ടാതെയല്ലേ നീ അവിടെ നിന്നത് എന്നെല്ലാം മീരാബ് പറയുന്നു. അപ്പം മോർത്തോസിം പറയുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യാനായിരുന്നു? അത്രയും പേരുടെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചുമ്മാ ഇരിക്കുമോ? അതുപോലെ ഈ വീടിനെന്ന് പറഞ്ഞ ചില മര്യാദകളും റൂൾസ് എല്ലാം ഉണ്ട്, അതിനെല്ലാം എൻ്റെ അമ്മ എന്തോന്നാണ് മതിക്കുന്നുണ്ട്, നീയും അതിനെ മതിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തത് എന്നെല്ലാം അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നു. എന്നിട്ട് മോർത്തോസിം പറയുന്നുണ്ട്, അമ്മ നല്ല ആൾ തന്നെയാണ്, നീ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് മീരാബിന് ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാം കേട്ടിട്ട് മീരാബ് മോർത്തോസിമിനോട് പറയുന്നുണ്ട്, ഇനി കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കണം, നീ ഒന്ന് ഇവിടെ നിന്ന് പോവാൻ. എന്നാൽ മോർത്തോസിം അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മീരാബിൻ്റെ അടുത്ത് പറയുന്നത്, നീ നിൽക്കുമ്പോൾ ഇവിടെ സൂക്ഷിച്ചു നിന്നോ, ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണത്, നാട്ടിലുള്ള ആൾക്കാരെല്ലാം പറയും ഇവിടെ എന്തൊക്കെയോ പ്രേതപിശാചുകളൊക്കെ നടത്തമുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. പക്ഷേ അത് കേട്ട് അവൾ പേടിക്കുന്നുണ്ട്. അപ്പം മീരാബ് പറയും, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളും പോവും. എന്നിട്ട് പോണ വഴിക്ക് അവൻ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യും. അതിൽ പേടിച്ച് അവൾ പെട്ടെന്ന് അവനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ലൈറ്റ് വരികയും അപ്പോൾ അവളെ, നീയല്ലേ ഇത് ചെയ്തത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവനെയും തള്ളിവിട്ടിട്ട് അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുന്നു. അപ്പം മീരാബ് മാല കഴുത്തിലിടാൻ വേണ്ടിയിട്ട് അതിൽ കുരുങ്ങി കിടക്കും, അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പം മോർത്തോസിം വന്ന് അതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ജോലിക്കാർ ഫുഡ് റെഡിയായി കഴിക്കാൻ വരാനെന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നു. അപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് കിടക്കുന്നതെന്നുള്ളത്. അത് ആ വേലക്കാർ ഉടനെ ചെന്ന് ഹയയോടെ പറയുന്നുണ്ട്. ഹയ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഇതുവരെക്കായിട്ടും ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങിയിട്ടില്ല, അതിൽ ഹയ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. അപ്പം മാവേഗം മോർത്തോസിമിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നും രാവിലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർത്തോസിം അമ്മയോട് വന്ന് എന്നും ഗുഡ് മോർണിംഗ് പറയും. എന്നാൽ ഇന്നത്തെ ദിവസം ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. അപ്പം അതിൽ ഒരു ഡൗട്ട് തോന്നിയ അമ്മ എണീറ്റ് പോയിട്ട് മോർത്തോസിമിൻ്റെ അടുത്ത് പറയും, കഴിച്ചിട്ട് നീ ഒന്ന് എന്നെ കാണാൻ വരാനായിട്ട് പറയും. അപ്പം മീരാബ് നോക്കുന്നുണ്ട്, ഇനി എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ വിളിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ മീരാബ് നോക്കുന്നുണ്ട്. അങ്ങനെ മോർത്തോസിം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അമ്മേനെ കാണാൻ വരുന്നുണ്ട്. അപ്പം അമ്മ മോനോട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ നീ ഇന്ന് രാവിലെ എന്നോടൊരു ഗുഡ് മോർണിംഗ് പോലും പറയാത്തതെന്ന്. അപ്പം മോർത്തോസിം പറയും, അമ്മ ചെയ്ത തെറ്റാണ് എന്താണെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാലോ എന്ന്. അപ്പം മാവേഗം ചോദിക്കും, ഞാൻ നിൻ്റെ ഭാര്യേനെ അടിച്ചത് അത് തെറ്റാണോ എന്ന്. അപ്പം മോർത്തോസിം പറയും, തെറ്റ് തന്നെയാണ്, എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഭാര്യേനെ അടിക്കാൻ പാടില്ലായിരുന്നു. അപ്പം മാവേഗം പറയും, അവൾ ചെയ്തത് ശരിയാണോ എന്ന്. അവൻ പറയുന്നുണ്ട്, അവൾ ചെയ്തത് ശരിയല്ലെങ്കിൽ പോലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു, അതിന് പകരം അവിടെ അടിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. അഥവാ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാമായിരുന്നു, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അത് വിട്ടിട്ട് അമ്മ അടിച്ചത് തെറ്റ് തന്നെയാണ് എന്ന് മോർത്തോസിം പറയുന്നു. അപ്പം മാവേഗം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പറഞ്ഞു വരുന്നത്, നിൻ്റെ ഭാര്യേനെ ശിക്ഷിക്കാനുള്ള അവകാശം പോലും എനിക്കില്ല എന്നാണോ നീ പറയുന്നത്? അപ്പോൾ മോർത്തോസിം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു വരുന്നില്ല, അവൾ സിറ്റിയിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്, അവൾക്ക് ഗ്രാമത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിഞ്ഞൂടാ, അത് നമ്മൾ വേണം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ ചെയ്ത തെറ്റിന് അമ്മ അടിച്ചത് തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മോർത്തോസിം പറയുന്നുണ്ട്, ഈ വീട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമ്മയെല്ലാം അവൾക്ക് ഇരുത്തി പറഞ്ഞു കൊടുക്ക്, എന്നാണെങ്കിലും അമ്മയുടെ സ്ഥാനത്തേക്ക് വരേണ്ടത് അവൾ തന്നെയാണല്ലോ. ഇപ്പോഴും ഈ വീട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അതെല്ലാം അവൾക്കൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മോർത്തോസിം അവിടെ നിന്ന് പോകുന്നു.
മുർത്തസിമ്മ മുറിയിലോട്ട് വന്നതും മീരാബ് വളരെ കൗതുകത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിൻ്റെ അമ്മ നിന്നെ വിളിച്ചത്? മുർത്തസിമ്മ പറയുന്നുണ്ട്, അത് എന്ന് ഞാൻ രാവിലെ എൻ്റെ അമ്മയടുത്ത് ഗുഡ് മോർണിംഗ് പറയും, ഇന്ന് ഞാനത് പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയും. അപ്പം മീരാബ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എന്നെ അടിച്ച് അതിനെക്കുറിച്ച് നീ ഒന്നും തന്നെ നിൻ്റെ അമ്മയോട് ചോദിച്ചില്ലേ എന്ന്. മുർത്തസിമ്മ പറയും, അത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അല്ലല്ലോ, പിന്നെ എന്തിന് ഞാനത് ചോദിക്കണം? എന്നിട്ട് പറയും, അവരവരുടെ ഈ പ്രായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കടന്ന് വന്നിട്ടുള്ളതായിരിക്കും, അവരെന്ത് ചെയ്താലും അത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പം മീരാവ് പറയുന്നു, അവരെന്നെ അടിച്ചത് നല്ലതെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നിൻ്റെ അമ്മ എത്ര പ്രാവശ്യം എന്നെ അടിക്കും, അപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം എന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണ്, നിൻ്റെ ഭാര്യ ആയതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനെയെല്ലാം നടക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പം മുർത്തസിമ്മ പറയുന്നു, ഈ നെക്സ്റ്റ് ടൈം നിനക്ക് ഇങ്ങനെ നടക്കണ്ട എങ്കിൽ നിനക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, നീ അങ്ങനെ ചെയ്താൽ ഇതൊന്നും നിനക്ക് നടക്കൂല എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ അംഗീകരിച്ചു, ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന് നീ അംഗീകരിച്ച് ജീവിച്ചാൽ നിനക്ക് ഇനി മേലിൽ ഇങ്ങനൊന്നും നടക്കൂല എന്ന് പറയുന്നു. അപ്പം മീരാവ് പറയുന്ന, അതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണ്, നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്, നിന്നെ വിട്ട് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുന്നു. അത് കേട്ടത് മുർത്തസിമ്മ ഭയങ്കരമായിട്ട് ഇമോഷണലായി പെട്ടെന്ന് അവളെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നീ പ്ലീസ് എന്നെ വിട്ടൊന്നും പോയില്ലേ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഒരു ജോലിക്കാരി വന്നിട്ട് മീരാബിനോട് പറയുന്നു, മാവിക നിങ്ങൾ താഴോട്ട് വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ മീരാബ് മുർത്തസിമ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളുടെ അമ്മ ഈ സമയത്ത് എന്നെ താഴോട്ട് വിളിക്കുന്നതെന്ന്. മുർത്തസിമ്മ പറയുന്നു, എന്തോ എനിക്കറിയില്ല, എന്നാൽ ഞാൻ ഇപ്പോൾ അമ്മയുടെ പറഞ്ഞിട്ടാണ് വന്നത്, ഇനി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ അടിക്കരുത്, നേരെ അവളെ ഷൂട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ചിലപ്പോൾ അതിനായിരിക്കും നിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് അവളും മാവികത്തിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം മീരാബ് വന്നത് ഒരു താക്കോൽ കെട്ട് എടുത്തിട്ട് മാവിക മീരാബിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന, ഈ താക്കോൽ കെട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ താക്കോലാണ്, ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മായിയമ്മ എനിക്ക് തന്നതാണ്, ഇനി ഇതിൻ്റെ അവകാശം നിനക്കാണ്, നീ വേണം ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്ന് പറഞ്ഞ് ആ താക്കോൽ കെട്ടെടുത്ത് മീരാബിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഹൈക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം വീടിൻ്റെ അധികാരം അവളുടെ കയ്യിൽ വരുമെന്ന് അവൾ നേരത്തെ സ്വപ്നം കണ്ടിരുന്നതായിരുന്നു. പിന്നെ അത് വാങ്ങിച്ച് ദേഷ്യത്തോടെ അവൾ മുർത്തസിമ്മിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മുർത്തസിമ്മിനോട് പറയുന്നു, ഇതെല്ലാം നിൻ്റെ പ്ലാനിങ് ആണോ, അവരെന്തിനാണ് ഇതെല്ലാം എനിക്ക് തന്നത്? മുർത്തസിമ്മ പറയുന്നു, അതെ, ഞാൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം നിനക്ക് തന്നത്, നീയല്ലേ പറയുന്നത് എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ എല്ലാവരും നിന്നെ മതിക്കുന്നില്ല, നിനക്കൊരാരും വില തരുന്നില്ല എന്ന്. ഈ താക്കോൽ നിൻ്റെ കയ്യിൽ വന്നപ്പോൾ നോക്കിക്കോ, എല്ലാവരും നിന്നെ എങ്ങനെ അംഗീകരിക്കുമെന്ന് നീ നോക്കിക്കോ എന്ന് പറയുന്നു. എല്ലാം മുർത്തസിമ്മ അവളുടെ കണ്ണിനെ നോക്കിയാണ് പറയുന്നത്. ഇങ്ങനെ മുർത്തസിമ്മ അവളുടെ കണ്ണിലൊക്കെ സംസാരിക്കുമ്പോൾ അവൾക്കത് ഒരുമാതിരിയായിട്ട് തോന്നുന്നു. പിന്നെ അവൾ മുർത്തസിമ്മയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് എൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ ചോദിക്കുന്നുണ്ട്, എന്ത് നിൻ്റെ കണ്ണിൽ എനിക്ക് നോക്കിക്കൂടെ, നിൻ്റെ കണ്ണിൽ നോക്കാനുള്ള അവകാശം പോലും എനിക്കില്ലേ? അങ്ങനെ പറഞ്ഞും കൊണ്ട് മുർത്തസിമ്മ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളെ ഹാർട്ട് ബീറ്റ് എല്ലാം അടിക്കുന്നുണ്ട്. എന്നാൽ അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ വിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത് കാണിക്കുന്നത് മാവികത്തിനെയാണ്. മാവിക അവിടെയുള്ള എല്ലാ നാട്ടുമക്കൾക്കും മീരാബിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മരുമകൾ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറയുന്ന, ഇനിയുള്ള ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തത് മീരാബായിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് മാവികം ഇരിക്കുന്ന കസേരയിൽ മീരാബിനെ ഇരുത്തുന്നു. എന്നിട്ട് അവരുടെ നാട്ടിലൊരു കുട്ടിക്ക് കല്യാണം നടക്കാൻ പോകുന്നു. അവിടെ കല്യാണം നടക്കാൻ പോകുന്നതിനോട് കുട്ടിക്കുള്ള സാധനങ്ങളെല്ലാം മീരാബിൻ്റെ കൈകൊണ്ട് മാവികം കൊടുപ്പിക്കുന്നു. അത് കഴിഞ്ഞതും റൂമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ മാവികം ചോദിക്കുന്നു, നീ എവിടെയാണ് പോകുന്നത്? ഇനി മുതൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നീയാണ്, അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നിനക്ക് റൂമിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, അക്കൗണ്ട്സ് കുറച്ച് നോക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട്സ് നോക്കാനായിട്ട് അവളെ കയ്യിൽ കൊടുക്കുന്നു. ആ ജോലിയും ചെയ്ത് അവൾ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോകുമ്പോൾ ജോലിക്കാർ വന്ന് ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോഴാണ് അവൾക്ക് കിട്ടിയ അധികാരത്തിന് അവൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അമ്മയും മോനും അധികാരം എന്ന പേരിൽ അവൾക്ക് ഒരുപാട് ജോലി കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് അവർക്കൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരോട് മീരാവ് ചോദിക്കുന്നുണ്ട്, മാവികത്തിനും മുർത്തസിമ്മിനും എന്തൊക്കെ ഫുഡാണ് ഇഷ്ടമില്ലാത്തതെന്ന്. അപ്പം വേലക്കാരി പറയുന്നത് മീൻ മുർത്തസിമ്മിന് ഇഷ്ടമില്ല എന്ന്. മീരാവ് പറയുന്നത്, എങ്കിൽ ഇന്ന് മീൻ തന്നെ ഉണ്ടാക്കണം, ഇത് മീരാവ് തന്നെ ഉണ്ടാക്കാം, അതിന് വേണ്ടിയുള്ള റെസിപ്പി എല്ലാം എടുത്ത് വെക്കാൻ വേലക്കാരനോട് പറയുന്നു. അങ്ങനെ മുർത്തസിമ്മിന് വേണ്ടിയിട്ട് മീരാവ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു, അതും മുർത്തസിമ്മിന് ഇഷ്ടമില്ലാത്ത മീൻ. അങ്ങനെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവൾ മുർത്തസിമ്മിനെ ചെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നു.
മുത്തശ്ശൻ്റെ അടുത്ത് മീരാബ് ചെന്ന് പറയുന്നു, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അത് നിനക്ക് വേണ്ടി ആഗ്രഹിച്ച് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നീ കഴിക്കുമോ, നീ കഴിച്ചാൽ എനിക്കത് വളരെയധികം സന്തോഷമാവും എന്നെല്ലാം പറയുന്നു. അവ ഇവിടെ നോക്കിയാണ് ഇവൾ എന്തായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സമയം ഇവളെ എന്നെ അക്സെപ്റ്റ് ചെയ്തോ എന്ന് വരെ ഇവൻ ചിന്തിക്കുന്നു. അപ്പോൾ അവളോട് പറയുന്നു, നീ എനിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഉണ്ടാക്കിയതല്ലേ, എന്തായാലും ഞാനത് കഴിക്കുമെന്ന് അവൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവിടെ വന്നിരുന്നതും മീരാബ് മുർത്തസിമിന് ആ മീനെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും അവൻ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട്, ഇതാണോ ഇവള് ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ അത് കണ്ടതും മാവികവും മീരാബിനോട് പറയുന്നു, അത് അവന് വെച്ച് കൊടുക്കണ്ട, കുഞ്ഞുനാൾ മുതലേ അത് കഴിച്ചു കഴിഞ്ഞാൽ അവന് അലർജി വരും, അതുകൊണ്ട് അവൻ അത് വെച്ച് കൊടുക്കണ്ട, വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാനായിട്ട് മാവികം പറയുന്നു. അപ്പോൾ മാവിക അങ്ങനെ പറയുന്നു. മീരാബ് പാവം പോലെയുള്ള മുഖം വെച്ചിട്ട് പറയുന്നു, അയ്യോ അവന് അലർജിയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അവന് ആഗ്രഹത്തോടെ ഉണ്ടാക്കിയതാണ്, പക്ഷെ അവനത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നെല്ലാം പറയുന്നു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതും മുത്തസിമിന് അത് ഭയങ്കര സങ്കടമാവുന്നു. എന്തൊക്കെയാണെങ്കിലും അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവ അതെടുത്ത് കഴിക്കുന്നു. അതെടുത്ത് കഴിച്ചപ്പോൾ മാവികം തടുക്കുന്നുണ്ട്, വേണ്ട മോനെ, നീ അത് കഴിക്കണ്ട എന്ന് പറഞ്ഞു. മുർത്തസിമ മാവികത്തിനോട് പറയുന്നു, എൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് എനിക്ക് വിഷം തന്നാലും അത് ഞാൻ സന്തോഷത്തോടെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മീനിനെ ഭയങ്കര രസത്തോടെ കഴിക്കുന്നുണ്ട്. അവനങ്ങനെ കഷ്ടപ്പെട്ട് തിന്നുന്നത് കണ്ടിട്ട് മീരാബിന് ഒരുപാട് സന്തോഷമാവുന്നുമുണ്ട്. അങ്ങനെ ആ മീനെല്ലാം കഴിച്ച് രാത്രിയായിട്ട് മീരാബ് ഉറങ്ങുന്ന മുർത്തസിമിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പറഞ്ഞത് ഇവന് അലർജി വരുന്നല്ലേ, ഇത്രയും സമയമായിട്ട് ഇവന് അലർജി വന്നില്ലല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ചായിട്ട് അവന് അലർജി വരാനായിട്ട് തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ ശരീരമെല്ലാം ചുമപ്പായിട്ട് വരുന്നുണ്ട്. കൂടാതെ അവൻ ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതും ഭയങ്കരമായിട്ട് പേടിച്ച് അവനെ വന്ന് പിടിക്കുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റി, നീ നല്ലതായിരിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം ഭയത്തോടെ അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവന് ഒന്നും സംസാരിക്കാൻ വയ്യാതെ അവൻ അങ്ങോട്ട് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അവൾ വെറുതെ കളിയായിട്ട് ചെയ്ത കാര്യം അത് അവന് വിനയായിട്ട് വരികയാണ്. ഇതിനുശേഷം എന്താണ് നടക്കാൻ പോകുന്നത്, മുർത്തസിമിന് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.